ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ. അക്കൗണ്ടിംഗ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും പ്രാക്ടിക്കൽ സെൻസിലായാലും തിയററ്റിക്കൽ സെൻസിലായാലും ഈ ഒരു ടോപ്പിക് അറിയാതെ അക്കൗണ്ടിംഗ് ചെയ്യാൻ പറ്റില്ല. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കോഴ്സ് തൊട്ടിട്ട് CA, CMA, CS പോലുള്ള ഏറ്റവും ലാർജസ്റ്റ് കോഴ്സ് വരെ ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം അത്രയും അക്കൗണ്ടിങ്ങിൻ്റെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് പോവാം. Accounting concept and convention. Accounting concept and convention are basic rules and guidelines followed while recording business transaction. They help to maintain uniformity, consistency, and accuracy in accounting. This is called generally accepted accounting principle. അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ട ബേസിക് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് അക്യുറസി. അതായത് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ, പിന്നെ അതേപോലെ കൺസിസ്റ്റൻസി ഒരു സ്ഥിരത, അതേപോലെ അക്യുറസി ഒരു കൃത്യതയൊക്കെ അക്കൗണ്ടിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇതിനെ കോമൺലി എന്താണ് വിളിക്കുന്നത്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റ് ഓഫ് ബേസിക് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ആണ്. കുറച്ച് റൂൾസും ഗൈഡ്ലൈൻസും ആണ്. അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസിനെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിഫോമിറ്റി, കൺസിസ്റ്റൻസി, അക്യുറസി കൊണ്ടുവരാനാണ്. അതായതില്ലേ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്. അവരൊക്കെ ഓരോ രീതിക്കാണ് അവരുടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ തന്നെ പാസ്റ്റ് ഇയറും പ്രസൻറ്റ് ഇയറും ആയിട്ട് കമ്പയർ ചെയ്യാൻ പോസിബിൾ അല്ല. അല്ലെങ്കിൽ വേറെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കമ്പാരിസൺ പോസിബിൾ അല്ല. പിന്നെ കമ്പനി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പ്രോപ്പറായിട്ട് ഒരേപോലെ എല്ലാവരും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പോസിബിൾ ആവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ കോമൺലി വിളിക്കുന്നതാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഈ അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ മെയിനായിട്ട് 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനെ ഓരോന്ന് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്. അതിൽ മെയിനായിട്ട് 4 വരുന്നത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. സെക്കൻഡ് മെയിൻ ഹെഡിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓർ കൺവെൻഷൻ ആണ്. അതിൽ വരുന്നത് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ്, റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് പ്രിൻസിപ്പിൾ, വാരിഫയബിൾ ഒബ്ജക്റ്റീവ്, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. തേർഡ് മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് മോഡിഫൈയിങ് പ്രിൻസിപ്പിൾ ആണ്. അതിൽ വരുന്നത് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേറ്റീവ്സും ടൈംലിനെസ്. ആൻഡ് ഫോർത്ത് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റിന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇതിൽ പറയുന്നത് ബിസിനസ്സും ഓണറും രണ്ടാണ്. അതേപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യൂ. ഓണറുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ബിസിനസ് ബുക്സിൽ റെക്കോർഡ് ചെയ്യില്ല. അതേപോലെ തന്നെ ഓണർ ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അറിയപ്പെടുന്നത് ക്യാപിറ്റലാണ്. ഓണറാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെ നമ്മൾ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ പറയുന്നത് ഓണർ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേഴ്സണൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അത് ബിസിനസിന്റെ ലയബിലിറ്റിനെ കുറയ്ക്കുന്നു. അക്കൗണ്ടിങ് അസംഷൻസ് ആൻഡ് കൺസെപ്റ്റിലെ ഫസ്റ്റ് വണ്ണാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കൗണ്ടിങ് അസംഷൻസിലെ സെക്കൻഡ് വണ്ണാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദ ഫോർസിയബിൾ ഫ്യൂച്ചർ. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം അല്ലാതെ അൺകൗണ്ടബിൾ ആയ ഒരു ടൈമിലേക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണം നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും. അതായത് നോട്ട് ഷട്ട് ഡൗൺ, പെട്ടെന്നൊന്നും ഷട്ട് ഡൗൺ ചെയ്യില്ല. നോട്ട് സെല്ലിങ് മേജർ അസറ്റ്, ആ ബിസിനസ് പർച്ചേസ് ചെയ്തിട്ടുള്ള അസറ്റ് പെട്ടെന്നൊന്നും സെയിൽ ചെയ്യില്ല. നോട്ട് ക്ലോസിങ് സോൺ, പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യില്ല. ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ലോങ് ടൈം, ആ ബിസിനസ് ലോങ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്യും. നോട്ട് ക്ലോസ് സോൺ, എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാന്നുള്ളതാവില്ല അവരുടെ പെട്ടെന്നുള്ള എയിം. നമുക്ക് എക്സാമിനൊക്കെ 1 വേർഡ് ആയിട്ടും 2 മാർക്കിനൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ വാല്യൂഷൻ ഓഫ് അസറ്റ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഓർ പ്രിൻസിപ്പിൾ ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കാണ് നെക്സ്റ്റ് വൺ. ഡിപ്രീസിയേഷൻ ആൻഡ് വാല്യൂഷൻ ഓഫ് അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ ഏത് ഫോളോ ചെയ്യണം? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഫോളോ ചെയ്യണം. അതായത് ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയുടെ ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. ആ മെഷീനറി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് 10 ലക്ഷം അത് പർച്ചേസ് ചെയ്ത വാല്യൂലാണ്. അല്ലാതെ നമുക്ക് 10 വർഷം കഴിഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് അതിന് കിട്ടും എന്നുള്ള രീതിക്ക് ആവരുത് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ ബിസിനസ്സിൻ്റെ അടുത്തൊരു ഫീച്ചറാണ് പെർപെച്വൽ സസഷൻ ആൻഡ് ഇൻഡെഫിനിറ്റ് ലൈഫ്. പെർപെച്വൽ സസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ഡെത്ത് ചെയ്തു, അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയി, ലുണാറ്റിക്കായി, ഇത്തരം സാഹചര്യങ്ങളിലൊന്നും ആ ബിസിനസ്
ക്ലോസ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. ഇതിനെന്തായിരിക്കണം? ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പറയുന്നത് ബോഡി കോർപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ എന്താണ് ഗോയിങ് കൺസേൺ എന്ന് സിമ്പിളായി ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഓപ്പൺ ടുഡേ, ഓപ്പൺ ടുമാറോ, ഓപ്പൺ ഫ്യൂച്ചർ. ബിസിനസ് ഇന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നാളെയും അത് ഓപ്പൺ ചെയ്യും, ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഫ്യൂച്ചറിലും അത് ഓപ്പൺ ചെയ്യും. ഇത്രയാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റിലെ തേർഡ് വൺ ആയിട്ടുള്ള മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റിനെ മോണിറ്ററി കൺസെപ്റ്റ് എന്ന് പറയുന്നു. Money measurement concept is one of the basic accounting concepts which state that only those transactions and events which can be measured in terms of money are recorded in books of accounts. അതായത് ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മോണിറ്ററി ടേംസിൽ, അതായത് പണപരമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസും ഇവൻസും മാത്രമേ റെക്കോർഡ് ചെയ്യൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ട്രാൻസാക്ഷനും ഇവൻസും സെയിം ആണെന്ന് തോന്നും, പക്ഷേ ചെറിയ രീതിയിൽ അതിനൊരു വ്യത്യാസമുണ്ട്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഹവേഴ്സിൽ നോർമലി ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, എംപ്ലോയീസിന് സാലറി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഹവേഴ്സിൽ സംഭവിക്കുക, അതേപോലെ തന്നെ നമ്മൾ ടേക്ക് ചെയ്ത ഒരു ആക്ഷൻ്റെ പുറത്ത് നമുക്കൊന്നില്ലെങ്കിൽ പണപരമായിട്ട് പ്രോഫിറ്റോ ലോസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യണം. ഈ ട്രാൻസാക്ഷൻ ആയാലും ഇവൻറ്റ്സ് ആയാലും മോണിറ്ററി ടേംസിലാണെങ്കിൽ മാത്രമേ അവ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ചില കാര്യങ്ങൾ ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് ആയിരിക്കും, പക്ഷേ അത് മോണിറ്ററി ടേംസിലല്ലാത്തതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും അക്കൗണ്ടിങ്ങിലുണ്ട്. സോ അക്കൗണ്ടിങ്ങിൽ മണി ആസ് എ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് ബിസിനസ് ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യാൻ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മണി അല്ലെങ്കിൽ പണം തന്നെയാണ്. അതിനെ സിമ്പിളായിട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനെ കുറച്ചുകൂടി സിമ്പിളായിട്ടാണ് അടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. പണപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിന് റെക്കോർഡ് ചെയ്യൂ. ഇവിടെ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മണിയാണ്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നു, അതായത് അത് റെക്കോർഡ് ചെയ്യുന്നില്ല. ഇതിന് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന് തന്നെ 2023, 2024 ഈ വർഷത്തായിട്ട് കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓഫ് ബിസിനസ് അതേപോലത്തെ സിമിലർ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു മോണിറ്ററി കൺസെപ്റ്റ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് 50,000 രൂപയ്ക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. അത് പണപരമായിട്ടുള്ള കാര്യമാണ്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു, അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. അടുത്തതാണ് പേയ്മെൻറ്റ് ഓഫ് സാലറി. എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് സാലറി കൊടുക്കുന്നു, അത് പണപരമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. എന്നാൽ എംപ്ലോയീസ് കാരണം ആ ബിസിനസ്സിന് നല്ല രീതിക്കുള്ള ബെനിഫിറ്റ് ഉണ്ട്, പക്ഷേ അവരുടെ ഹോണസ്റ്റി, ലോയാലിറ്റി, റെപ്യൂട്ടേഷനൊന്നും പണപരമായിട്ട് ഇത്ര രൂപയുടെ ഹോണസ്റ്റി, സത്യസന്ധത, അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര രൂപയ്ക്കുള്ള പദവി ഉണ്ട്, അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അത്തരം മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. അണ്ടർ ദിസ് കൺസെപ്റ്റ് ആൾ ബിസിനസ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ മോണിറ്ററി വാല്യൂ സച്ച് ആസ് റുപ്പീസ്. അതായത് എല്ലാ കാര്യങ്ങളും മോണിറ്ററി ടേംസിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. If event cannot be measured in money, it cannot be recorded in accounting records even if it is important to business. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അതായത് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഹോണസ്റ്റി, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററുടെ റെപ്യൂട്ടേഷൻ, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് കൺസെപ്റ്റ് എൻഷുർ യൂണിഫോമിറ്റി, കമ്പാരബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഈ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ്റെ യൂണിഫോമിറ്റി, ഒരേപോലെ നമുക്ക് എല്ലാ കൊല്ലവും റെക്കോർഡ് ചെയ്യാനും, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കമ്പയറബിലിറ്റി, ഒരു ബിസിനസ്സിനെ വേറൊരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ 2-3 വർഷത്തായിട്ട് കമ്പയർ ചെയ്യാനും ഈസിലി അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷന് സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യമാണ്, അതായത് മണി ഈസ് ദ കോമൺ മെഷറിംഗ് യൂണിറ്റ്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ആ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു, നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല്, അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മോണിറ്ററി ടേംസിലല്ലാത്തത് കൊണ്ട് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് ഇതിൽ പറയുന്നത്. സോ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യൂ. ഇവിടെ കോമൺ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മണിയാണ്. നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്സ്, അതായത് എംപ്ലോയീസിൻ്റെ സ്കില്ല്, മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത്തരം കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമിറ്റി, കമ്പാരബിലിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അസംഷൻസ് ഓർ കൺസെപ്റ്റിലെ ഫോർത്ത് വണ്ണാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റും ഗോയിങ് കൺസേൺ കൺസെപ്റ്റും തമ്മിൽ മാറിപ്പോകരുത്. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് റൺ ചെയ്യണത് ഫോർസിയബിൾ ഫ്യൂച്ചർ, അതായത് കുറേ കാലം ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്നൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സിനായാലും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെയിൻലി ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സിനാണ്. അതായത് ഇപ്പോൾ ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെയുള്ള പേഴ്സൺസിന് ഡിസിഷൻ എടുക്കാനായാലും പീരിയോഡിക്കൽ റിപ്പോർട്ട് ആവശ്യമാണ്. അങ്ങനെ ഓരോ വർഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്.
Accounting period concepts state that life of a business is divided into equal short time interval period to measure profit or loss and to prepare financial statement. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ബാലൻസ് ഷീറ്റും ഈക്വൽ ആൻഡ് ഷോർട്ട് ടൈം ഇൻ്റർവെല്ലിൽ പ്രിപ്പയർ ചെയ്യണമെന്നാണ് അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റിൽ പറയുന്നത്. ഈക്വൽ എന്ന് പറയുന്നത് നോർമലി ഇന്ത്യയിൽ പറയുന്നത് 1 ഇയർ, അതായത് 12 മന്ത്സ് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്. അത് എല്ലാ വർഷവും 12 മന്ത്സ് ആയിരിക്കണം. അതേപോലെ തന്നെ ഷോർട്ട് പീരീഡും ആയിരിക്കണം. എന്നാലാണ് ഈ പറയുന്ന ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റൂ. ബിസിനസ് റൺസ് ഫോർ മെനി ഇയേഴ്സ്. ബിസിനസ് റൺ ചെയ്യുന്നത് കുറേ കാലത്തേക്കാണ്. ബട്ട് ഓണേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ് റെഗുലർ റിസൾട്ട് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ബിസിനസ് ലൈഫ്. അതായത് ബിസിനസ് കുറേ കാലത്തേക്കാണ് റൺ ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഒരാളുടെ ഡെത്ത് അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുക അങ്ങനത്തെ കാര്യമൊന്നും ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ആയിട്ടുള്ള ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് അതുപോലെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് ഡിസിഷൻ എടുക്കാൻ റെഗുലർ റിസൾട്ട് ആവശ്യമാണ്. അത് ആ ബിസിനസ്സിൻ്റെ ലൈഫ് എൻഡിൽ കിട്ടിയാൽ പോരാ എന്നാണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. അതേപോലെ തന്നെ ടാക്സ് അതോറിറ്റീസ് റിക്വയർ ഇയർ വൈസ് റിപ്പോർട്ട്. നമുക്കറിയാം ഓരോ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ബിസിനസ് കൺസേൺസ് ആണെങ്കിലും ഒരു സർട്ടൈൻ ലിമിറ്റിന് പുറത്ത് ഇൻകം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനും അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ബേസിലാണ് അവർ എത്രത്തോളം ടാക്സ് കൊടുക്കണമെന്ന് ഡിറ്റർമിൻ ചെയ്യണത്, അതായത് അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബിസിനസ്സിന് പെർഫോമൻസ് ക്യാൻ ബി കമ്പയർഡ് ഫ്രം 1 ഇയർ ടു അനദർ. കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ മുന്നത്തെ വർഷം എത്രത്തോളം അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത്തരം കാര്യങ്ങളൊക്കെ അറിയാനും ഈ ഒരു അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് പെർഫോമൻസ് ഇയർ ടു ഇയർ. ഓരോ വർഷവും അതിൻ്റെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ടൈംലി ഇൻഫോർമേഷൻ ടു ഓണേഴ്സ്, ബാങ്ക്സ് ആൻഡ് ഗവൺമെൻറ്. അതായത് ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് എത്രത്തോളം അവർക്ക് ഡിവിഡൻഡ് കിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അറിയാം ഈ ഫിനാൻഷ്യൽ പീരീഡ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ബാങ്ക്സിന് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യണോ, ഈ ഒരു സ്ഥാപനത്തിന് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ, അത്തരം ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഈ ഒരു അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമാണ്. പിന്നെ മേക്ക് ടാക്സ് അസസ്മെൻറ്റ് ഈസിയർ. ടാക്സ് അസസ്മെൻറ്റ് പെട്ടെന്ന് ഈസി ആക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ ബഡ്ജറ്റിങ്ങിനും പ്ലാനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ഓർ അക്കൗണ്ടിംഗ് അസംഷൻസിൽ വരുന്നത്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരമുള്ള അക്കൗണ്ടിംഗ് അസംഷൻസ് ഓർ കൺസെപ്റ്റിലെ 4 കൺസെപ്റ്റ്, അതായത് അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ് അത്രയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും അറിയപ്പെടുന്നു. ഇതിൽ മെയിനായിട്ട് അറിയേണ്ടത് ഓണറും ബിസിനസ് രണ്ടാണ്. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. അത്രയും കാര്യങ്ങളാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ വരുന്നത്. അടുത്തത് വരുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഫോർസിയബിൾ ഫ്യൂച്ചർക്ക്, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു ഒബ്ജക്റ്റോട് കൂടിയിട്ടാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് പെട്ടെന്നൊന്നും ബിസിനസ് ക്ലോസ് ചെയ്യില്ല. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സും ക്രെഡിറ്റിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് പെർപെച്വൽ സക്സഷൻ ആൻഡ് ഇൻഡെഫിനിറ്റ് ലൈഫ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ പറയുന്നത് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യൂ. ഇനിയിപ്പോൾ എത്ര വലിയ ഇമ്പോർട്ടൻസ് ആയാലും അത് മണി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നിന്ന് ഇഗ്നോർ ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് എംപ്ലോയീൻ്റെ ഹോണസ്റ്റി, ലോയാലിറ്റി, റെപ്യൂട്ടേഷൻ ഒന്നും നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല. ഫോർത്ത് വൺ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിൽ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഗോയിങ് കൺസേണിൽ പറഞ്ഞു ബിസിനസ് അൺകൗണ്ടബിൾ ആയിട്ട് ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്ക് കണ്ടിന്യൂ ചെയ്യും. അതായത് ബിസിനസ് ഹാവ് ഇൻഡെഫിനിറ്റ് ബട്ട് ബിസിനസ് ഹാവ് ടു പ്രിപ്പയർ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഡെഫിനിറ്റ് പീരീഡ്. അതായത് ബിസിനസ് കുറേ കാലത്തേക്ക് തുടരും എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഓരോ വർഷവും കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഇൻ്റർവെല്ലിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. ഇത്രയാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് നോക്കാം. താങ്ക് യു.